എല്ലാവർക്കും നമസ്കാരം. പ്രോസ്റ്റേറ്റ് ഉണ്ടാകുന്ന വീക്കം ഇന്ന് ഒരുപാട് പുരുഷന്മാരെ അലട്ടുന്ന കാര്യം തന്നെയാണ്. ഇത് മൂത്രം ഒഴിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ട് പ്രോസ്റ്റേറ്റിന് വീക്കം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ നേരത്തെ തന്നെ കണ്ടെത്താൻ പറ്റും? അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ഹോം റെമഡീസ് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും? എപ്പോഴാണ് ഇതൊരു ക്യാൻസറിലോട്ട് മാറുന്നുണ്ടായിരിക്കുക? ഉദാഹരണത്തിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴൊക്കെയാണ് പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം ഉദാഹരണ പ്രശ്നത്തിന് കാരണമാക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂത്രം ഒഴിക്കുന്നത് നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നങ്ങൾ ഒരു 40 വയസ്സ് മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു 60 വയസ്സിനൊക്കെ തുടർന്നിട്ടായിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു പ്രോസ്റ്റേറ്റിന് വീക്കം പൊതുവെ കാണാറുണ്ടായിരുന്നത്. നമ്മുടെ യൂറിനറി ബ്ലാഡറിന്റെ, പുരുഷന്മാരുടെ യൂറിനറി ബ്ലാഡറിന്റെ മൂത്രസഞ്ചിയുടെ തൊട്ട് താഴെയായിട്ടാണ് ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. അത് ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലാണ് അത് കാണുന്നുണ്ടായിരിക്കുക. ഇത് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 50+ ഒക്കെ കഴിഞ്ഞാൽ ഇതിങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ വളരാൻ തുടങ്ങാറുണ്ട്. ഇത് വളർന്ന് വരുന്ന സമയത്ത് നമ്മുടെ മൂത്രനാളിയിലോട്ട് പ്രഷർ വരികയും അതിനെ തുടർന്നിട്ട് യൂറിനിൽ ഉണ്ടാകുന്ന ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാനുള്ള ചാൻസ്, അതുപോലെ മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുകച്ചിൽ പോലെ ഉണ്ടാകുന്ന ടെൻഡൻസി, മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുന്ന സമയത്ത് ഇനീഷ്യലി അത് മൂത്രം വരാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ പല തവണകളായിട്ട് മൂത്രം ഒഴിക്കേണ്ട ഒരവസ്ഥ, കംപ്ലീറ്റ് ആയിട്ട് മൂത്രം പോയിട്ടുണ്ട് എന്നുള്ളത് തോന്നാത്തൊരവസ്ഥയൊക്കെ ഈ മൂത്രം ഒഴിക്കുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ കാണപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഉണ്ടാക്കുന്ന വീക്കത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അതുപോലെ തന്നെ രാത്രിയിൽ റീകറൻ്റ് ആയിട്ട് മൂത്രം ഒഴിക്കാനുള്ള തോന്നൽ, മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഒരു ബേണിങ്, ഒരു പുകച്ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എല്ലാം ഈ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചകമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. ഇത് കൂടാതെ ഉദാഹരണത്തിന് ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ഉദാഹരണം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പെയിന്, അല്ലെങ്കിൽ സെക്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പെയിന് കാര്യങ്ങൾ, പിന്നെ സാറ്റിസ്ഫൈഡ് ആവാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവുക, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള, അതായത് കറക്റ്റായിട്ട് എറക്ഷൻ ആവാത്ത ബുദ്ധിമുട്ടെല്ലാം ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വീക്കം കൊണ്ട് വരാറുണ്ട്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെമനിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലൂയിഡ് ടെക്സ്ചർ ഉണ്ടല്ലോ, ഈ ടെക്സ്ചർ അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഒരു മെയിൻ ഫംഗ്ഷനായിട്ട് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ പലർക്കും ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഭാര്യയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും സെക്ഷൽ ടൈമിങ് അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും കുറവായിരിക്കും. ഇത്തരത്തിൽ സെമൻ കെട്ടിക്കിടന്നു കഴിഞ്ഞാലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ ഗ്രന്ഥി വീക്കവും പലപ്പോഴും ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. അല്ലെങ്കിൽ സെക്ഷലി നമുക്ക് താല്പര്യം കുറവുള്ള സാഹചര്യങ്ങളിലെല്ലാം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാവുന്നത്? പലപ്പോഴും അത് പേഷ്യൻസ് ചോദിക്കാറുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ ഒന്നാമത്തേത് നമുക്ക് ഹെറിഡിറ്ററി തന്നെയാണ്, പാരമ്പര്യം അതിലൊരു പ്രധാന ഘടകം തന്നെയാണ്. അച്ഛനോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിനോ ഒക്കെ ഇത്തരത്തിൽ പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും ക്യാൻസറോ കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന് വീക്കം ഉണ്ടായിരുന്നെങ്കിലോ ഒക്കെ അത് നെക്സ്റ്റ് ജനറേഷനിലോട്ട് പാസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റിക് ഉള്ള പുരുഷന്മാർക്കും ഇതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. മറ്റൊരു കാരണം, ഈ പ്രോസ്റ്റേറ്റിന് മെഡിസിൻസ് എടുക്കുന്ന സാഹചര്യങ്ങളിലും ഒരുപാട് കാലങ്ങളായിട്ട് മെഡിസിൻസ് എടുക്കുമ്പോഴും ഈ ബുദ്ധിമുട്ടുകൾ, മൂത്രമൊഴിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ട് മരുന്നുകൾ എടുക്കുമ്പോഴും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ചിലപ്പോൾ വീക്കം ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. ഹൃദ്രോഗമുള്ള ആൾക്കാർക്ക്, കിഡ്നി സംബന്ധമായിട്ടുള്ള പേഷ്യൻസിന്, അസുഖമുള്ള പേഷ്യൻസിന് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കാണാറുണ്ട്. ആൽക്കഹോൾ ഇൻടേക്ക്, മദ്യപാനം, അതുപോലെ തന്നെ പുകവലി ഉള്ള ആൾക്കാർക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. കൂടുതലായിട്ട് കാപ്പി, ചായ പോലുള്ള ഡ്രിങ്ക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ മറ്റൊരു രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കപ്പലണ്ടി കൂടുതലായിട്ട് കഴിക്കുന്ന പുരുഷന്മാർക്കും ഇത്തരത്തിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാവുന്നത് കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഇരുന്നു കൊണ്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, സിറ്റിംഗ് ജോബ് കൂടുതലായിട്ട് ഉള്ള ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, കൂടുതൽ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ എപ്പോഴും ചടഞ്ഞുകൂടിയിരിക്കുന്ന പുരുഷന്മാർക്കും
പുരുഷന്മാർക്കും അല്ലെങ്കിൽ ഒരു ജിമ്മിനോ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും നടക്കാനോ അങ്ങനെയൊന്നും പോവാതെ പ്രത്യേകിച്ച് എക്സസൈസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് സെക്സ്, നമ്മൾ ബന്ധപ്പെടുന്നതിൻ്റെ എണ്ണം കുറയുന്ന സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ ഓവറായിട്ട് ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ, ഓവറായിട്ട് സെക്ഷൽ ഡിസയർ ഉള്ള ആൾക്കാർക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാവുന്നതായിട്ട് വളരെ കോമൺ ആയിട്ട് കാണപ്പെടാറുള്ള കാര്യങ്ങളാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയി മാറാതിരിക്കാൻ അല്ലെങ്കിൽ ഈ വീക്കം കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് ചെയ്യാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോസ് നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൽ ലൈക്കോപ്പിൻ എന്ന് പറയുന്ന കണ്ടൻ്റാണ് ഇതിൽ വീക്കം കുറയ്ക്കാനും അതുപോലെ തന്നെ നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഒരു ജ്യൂസായിട്ട് ഡെയിലിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസങ്ങളിലായിട്ട് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സാലഡുകളായിട്ട് ഉപയോഗിക്കുന്ന സമയത്തും തക്കാളി ഉൾപ്പെടുത്തുന്നത് നല്ലൊരു ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ് പാമറ്റോ എന്ന് പറയുന്ന ഒരു തരം പനയാണ്. അത് നമ്മുടെ നാട്ടിലില്ല, പുറം രാജ്യങ്ങളിലാണ് അത് കൂടുതലായിട്ട് ഉള്ളത്. ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ഒരു സിറപ്പ് പോലെയാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടായിരിക്കുക. അത് കഴിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. എസ്പെഷ്യലി ഗൾഫ് കൺട്രീസിലൊക്കെ ഇത് കൂടുതലായിട്ട് അവൈലബിൾ ആയിരിക്കും. അത് പാമറ്റോ എന്നാണ് പറയുന്നത്. ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ പോലെ തന്നെയാണ്, ഒരു തരം പന ആണ്, അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു എക്സ്ട്രാക്റ്റ് ആണത്. ഈ പാമറ്റോൻ്റെ സിറപ്പ് നമ്മൾ കഴിക്കുന്നത് വഴി ടെസ്റ്റോസ്റ്റിറോൺ ഈ ഡൈഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് പലപ്പോഴും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാവാൻ കാരണമാകുന്നത്. ഇത്തരത്തിൽ ഇത് കൺവേർട്ട് ആവാതെ തടയാൻ ഈ പാമറ്റോൻ്റെ സിറപ്പ് സഹായിക്കും. അപ്പോൾ ഇത് നിങ്ങൾ 1 ടീസ്പൂണൊക്കെ ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിലും വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് സിറപ്പ് ഫോമിൽ കിട്ടും. ഇത് നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പംകിൻ സീഡ്സ്, മത്തൻ്റെ കുരു. ഇതിലുള്ള പല കണ്ടൻസും omega-3 ഫാറ്റി ആസിഡ് ഒക്കെ പോലെയുള്ള നല്ല നല്ല കണ്ടൻസ് നമ്മുടെ ഹെൽത്തിനും ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ മത്തൻ ഒക്കെ വീട്ടിൽ വാങ്ങിക്കുന്ന സമയത്ത് ആ ഉള്ളിലുള്ള വേസ്റ്റ് നമ്മൾ കളയാണ് ചെയ്യാറുള്ളത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മത്തൻ്റെ ഒക്കെ സീഡ്സ് നമുക്ക് പുറമെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മത്തൻ്റെ തന്നെ കുരു നമുക്കൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് വീട്ടിൽ തന്നെ മത്തൻ്റെ കുരുവായിട്ട് നമുക്കത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറിയിലൊക്കെ അങ്ങനെ തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഇത് കഴിക്കുന്നത് വഴി വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു അടിപൊളി നെറ്റാണ് ബ്രസീലിയൻ നെറ്റ് എന്ന് പറയുന്നത്. കാണാൻ ഒരു ചക്കക്കുരുവിനൊക്കെ പോലെ ആയിരിക്കും, പക്ഷെ അത് ചക്കക്കുരു അല്ല. നമുക്കിന്ന് നട്ട്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ സീഡ്സ് ഒക്കെ വാങ്ങിക്കുന്ന കടകളുണ്ടല്ലോ, അവിടെയൊക്കെ കിട്ടുന്ന സർവ്വസാധാരണമായിട്ട് അല്ലെങ്കിൽ പുറം ഗൾഫ് കൺട്രിയിലൊക്കെ കോമൺ ആയിട്ട് കേൾക്കുന്ന കാര്യമായിരിക്കും ബ്രസീലിയൻ നട്ട് എന്ന് പറയുന്നത്. ഇതും കഴിക്കുന്നത് നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ഇലക്കറികൾ, ബ്രൊക്കോളി, അതുപോലെ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫിഷ് ഐറ്റംസ്, സാൽമൺസ്, മത്തി, ചൂര ഒക്കെ പോലെയുള്ള ഫിഷ് ഐറ്റംസ് കൂടുതൽ കഴിക്കുക. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് വഴി നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ മറ്റൊന്ന് നമുക്കൊരു അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സോയാബീൻ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഒന്നല്ലെങ്കിൽ ഉപ്പേരി പോലെ വെച്ചിട്ടോ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടോ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ബോയിൽ ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നതും സോയാബീൻ കൂടുതലായിട്ട് കഴിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഗ്രീൻ ടീ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പൊമോഗ്രാനേറ്റ്, അനാർ അല്ലെങ്കിൽ മാതളം ഒക്കെ പറയുന്ന ഫ്രൂട്ട് ഉണ്ടല്ലോ, അത് ഒന്നുമില്ലെങ്കിൽ ജ്യൂസായിട്ട് കഴിക്കാം പഞ്ചസാരയൊന്നും ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ നോർമലായിട്ട് റോ ആയിട്ട് തന്നെ കഴിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മറ്റൊരു അടിപൊളി ഫുഡാണ്. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൂടുതൽ നേരം മൂത്രം ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക. എപ്പോഴാണോ പോകണം തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം ഈ ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വീക്കോ നമ്മൾ മൂത്രം ഹോൾഡ് ചെയ്ത് വെക്കുന്നതും വഴി ഈ മൂത്രം നേരെ മേലേക്ക് ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതായത് കിഡ്നിക്ക് മെല്ലെ കയറാൻ തുടങ്ങും. ഇത് പലപ്പോഴും കിഡ്നിയിൽ നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്ന സമയത്ത് അപ്പം തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ കൂടുതലായിട്ട് തണുത്ത കോൾഡ് ഡ്രിങ്ക്സ് കാര്യങ്ങൾ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ തന്നെ ഓവർ യൂസ് ഓഫ് കഫ് സിറപ്പ്, അതുപോലെ ആൻറ്റി ഹിസ്റ്റമിൻ അല്ലെങ്കിൽ അലർജിക്കൊക്കെ ആയിട്ട് എടുക്കുന്ന മെഡിസിൻസ് കാര്യങ്ങളും പലപ്പോഴും പ്രോസ്റ്റേറ്റിൻ്റെ
എൻലാർജ്മെൻറ്റിന് കാരണമാവാറുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങൾ എടുക്കാതിരിക്കുക. ആവശ്യത്തിന് മാത്രം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മെഡിസിൻസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും അനിവാര്യം. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സിഡ് ബാത്ത്. ഒരു സിഡ് ബാത്ത് അല്ല, ശരിക്കും ഹിപ്പ് ബാത്താണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ അരയോളം വെള്ളത്തിൽ ഒരു വട്ടപാത്രത്തിൽ ഇളം ചൂടുവെള്ളത്തിൽ ഇരിക്കുന്നത് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വീക്കം കാര്യങ്ങളും ഇൻഫ്ലമേഷനും കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ നമുക്ക് മറ്റൊരു ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് മുതിര ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതും പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് പ്രൊഡക്റ്റ്, പാലിൻ്റെ ഉൽപ്പന്നങ്ങളും മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കൂടുതൽ അസിഡിക് ആയിട്ടുള്ള ജ്യൂസസ്, മുന്തിരി, ഓറഞ്ച് പോലുള്ള അസിഡിറ്റി ഉള്ള ജ്യൂസ് കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. അതുപോലെ കാർബ്സ്, കൂടുതലായിട്ട് വെളുത്ത അരി ഭക്ഷണം ഒഴിവാക്കുന്നതും പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കൊരു ടിപ്പായിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.